നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു എഗ്ഗ് മസാലയാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് മസാലയാണ്. നമുക്ക് നേരെ വീഡിയോ കൊണ്ടുപോകാം. നമ്മൾ തയ്യാറാക്കാനായിട്ട് ഒരു 7 മുട്ട നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അതായത് തന്നെ നമ്മൾ ഒരു പാനിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് ജസ്റ്റ് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റോളം മുട്ട വേവിക്കാനായിട്ട് നമുക്ക് എടുക്കും. അത് നമ്മൾ അടച്ചു വെച്ചിട്ട് വളരെ സ്ലോ ഫയറിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരുപാട് ഫയറിലിട്ട് കുക്ക് ചെയ്താൽ ആ മുട്ട ശരിക്കും പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ പരമാവധി സ്ലോ ഫയറിൽ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക. ഇനി നമ്മളതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, അല്ലാതെ വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്ത് അതിനെ സോട്ട് ചെയ്യാണ്. നല്ല രീതിയിൽ നമ്മളതിനെ മിക്സ് ചെയ്തു. അതിലേക്ക് 2 പച്ചമുളക് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്യാണ്. ഇത് നമ്മൾ അത്യാവശ്യം തീ ഇട്ടിട്ട് തന്നെയാണ് അതിനെ മിക്സ് ചെയ്യുന്നത്. 2 മീഡിയം വലിപ്പമുള്ള തക്കാളി കൂടി നമ്മൾ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് സവാള സോട്ടായിട്ട് നിൽക്കുന്നില്ല. ഒരു ഹാഫ് ബോയിലിൽ സവാള ആയി കഴിയുമ്പോൾ നമ്മളതിൽ തക്കാളി ആയം തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പുളിരസം ശരിക്കും പോകുന്ന രീതിയിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. അത് നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനെ സോട്ട് ചെയ്യാണ്. അതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. അത് വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇത് നമ്മൾ 5 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല നമ്മൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു അഡീഷണൽ ഫ്ലേവറിലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പേസ്റ്റ്, ആ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു സവാള നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത്, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തു, ഉണക്കമുളക് ഒരു 5-6 പീസോളം, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളിയുടെ പകുതി, അതിലേക്ക് തേങ്ങ നമ്മൾ ഒരു പിടിയോളം തേങ്ങ നമ്മൾ ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഈ ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാ പേസ്റ്റ് കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലും മസാലയുണ്ട്, നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താലും മസാലയുണ്ട്. അതുകൊണ്ട് മസാല ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള മസാല ഇതിലേക്കുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 200 ഗ്രാമോളം വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഈ ഒരു ടൈറ്റ് ടെക്സ്ചറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ശരിക്കും പച്ചക്കുത്തെല്ലാം പോയി, തേങ്ങയുടെ പച്ചക്കുത്തിൽ പോയി, മസാല എല്ലാം ശരിക്കും ഗ്രേവിയിൽ പിടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വേവിച്ച് മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ട ശരിക്കും നമ്മൾ മസാലയിൽ ശരിക്കും പെട്ടെന്ന് പിടിച്ചോളും. അതിന് ശേഷം നമ്മൾ ഗാർണിഷിനായിട്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ശരിക്കും ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന മുട്ടക്കറിയിൽ നമ്മൾ തേങ്ങാ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റ് വരുന്ന 100% വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണത്. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യാണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ, ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന തിക്ക് ഗ്രേവി ആയിട്ടുള്ള, അധികം സ്പൈസി ഇല്ല. കാരണം തേങ്ങാ പേസ്റ്റും ഒനിയനും എല്ലാം ചെയ്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തതൊക്കെ ബാലൻസ് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണത്.